കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ നമ്പർ സിസ്റ്റം കൺവേർഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ നമ്പർ സിസ്റ്റംസൊക്കെ പഠിച്ചു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ പറയണത് ബൈനറി അർത്തമെറ്റിക് ആണ്. അതായത് ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, ആ കാര്യങ്ങളും പിന്നെ ഡാറ്റ റെപ്രസെൻറ്റേഷൻ, അതിൽ നമ്പർ റെപ്രസെൻറ്റേഷനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്ക് നോക്കാനുള്ളത് ബൈനറി അർത്തമെറ്റിക്. ബൈനറി അറിത്തമെറ്റിക് എന്ന് പറയുന്നത് എന്താ? ബൈനറി നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ? 1ഉം 0ഉം മാത്രം യൂസ് ചെയ്ത് എഴുതുന്ന നമ്പേഴ്സാണ് ബൈനറി നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ബൈനറി അറിത്തമെറ്റിക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ 1ഉം 0ഉം യൂസ് ചെയ്തിട്ടുള്ള അഡീഷനും സബ്ട്രാക്ഷനും പോലുള്ള ഓപ്പറേഷൻസിനെയാണ് നമ്മൾ ബൈനറി അറിത്തമെറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ബൈനറി അഡീഷനും പഠിക്കാനുണ്ട്, ബൈനറി സബ്ട്രാക്ഷനും പഠിക്കാനുണ്ട്. ബൈനറി അഡീഷൻ നോക്കാം. ഇവിടെ ഇപ്പോൾ ബൈനറി ആഡ് ചെയ്യുമ്പോൾ, ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 0ഉം 1ഉം വെച്ചിട്ട് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഒന്നുമില്ലെങ്കിൽ 0ഉം 0ഉം ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 0ഉം 1ഉം ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 1ഉം 0ഉം, അല്ലെങ്കിൽ 1ഉം 1ഉം. ഈ ഒരു കോമ്പിനേഷൻ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഓരോ നമ്പേഴ്സും ആഡ് ചെയ്ത് അതിൻ്റെ സമ്മും ക്യാരിയും എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ടേബിൾ വരയ്ക്കുകയാണ്. അതിൽ എയും ബിയും നമ്മുടെ ബൈനറി നമ്പേഴ്സായിട്ട് എടുക്കുന്നു, അതിൻ്റെ സമ്മും ക്യാരിയും കണ്ടുപിടിക്കുന്നു. ആദ്യം നമ്മൾ 0ഉം 0ഉം എടുത്തു. 0ഉം 0 ആഡ് ചെയ്യുമ്പോൾ സമ്മ് 0, ക്യാരി 0. 0ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ സമ്മ് 1, ക്യാരി 0. 1ഉം 0ഉം ആഡ് ചെയ്യുമ്പോൾ സം 1, ക്യാരി 0. 1ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ സമ്മ് 0ഉം ക്യാരി 1ഉം ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഇനി ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ് ഈ സമ്മും ക്യാരിയും കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുത്ത നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 0 + 0 അല്ലേ. 0ഉം 0ഉം കൂട്ടി എത്രയാണ്? 0. അതുകൊണ്ട് സമ്മ് 0, ക്യാരി 0. പിന്നെ 0ഉം 1ഉം കൂട്ടുക. 1ഉം 0ഉം എത്രയാണ്? 1. പിന്നെ 1 + 0 കൂട്ടുക, 1. പിന്നെ നമുക്കുള്ള എന്തായിരുന്നു? 1 + 1 ആയിരുന്നു അല്ലേ. 1 + 1ൻ്റെ സമ്മ് 0ഉം ക്യാരി 1ഉം ആണ് വരിക. അതെന്താ കാരണം? 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം 2ൻ്റെ ബൈനറി എത്രയാണ്? 10 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് 1 + 1 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബൈനറി നമ്പേഴ്സ് ആയിട്ടുള്ള 1ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടുന്നത് 10 ആയിരിക്കും. അപ്പോൾ സമ്മിൻ്റെ അവിടെ നമ്മൾ 0ഉം ബാക്കി വരുന്ന 1 നമ്മൾ അപ്പുറത്തേക്കും കൊടുക്കില്ലേ, സാധാരണ മാത്സ് ചെയ്യുന്ന പോലെ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നിട്ടുള്ള നമ്പേഴ്സ് എന്തൊക്കെയാണ്? 1 0 1 1 + 1 0 0 1. ഈ രണ്ട് ബൈനറി നമ്പേഴ്സിൻ്റെ സമ്മാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്പേഴ്സ് ചെയ്താൽ 1 0 1 1 + 1 0 0 1. ഇടയും എന്താ? 1 + 1 എത്ര വരിക? 10. അപ്പോൾ അതിൻ്റെ 0 എഴുതി ബാക്കി 1 അപ്പുറത്തേക്ക് കൊടുത്തു. പിന്നെന്താ? ആ രണ്ട് 1 തമ്മിൽ കൂട്ടാം. 1 + 1 10, 0 എഴുതി ബാക്കി 1 അപ്പുറത്തേക്ക് കൊടുത്തു. 1ഉം 0ഉം 0ഉം കൂട്ടുമ്പോൾ 1 ആണ്. ഇപ്പുറത്തെ 1ഉം 1ഉം കൂട്ടുമ്പോൾ 10 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ 1 0 1 0 0 നമുക്ക് ആൻസറായിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്പർ നോക്കുക. നെക്സ്റ്റ് നമ്പർ ഏതാ നമുക്കുള്ളത്? 1 1 0 1 1 + 1 0 0 1 1 0. ഇതാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റ് സൈഡിലുള്ള നമ്പേഴ്സിനെ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്പർ എഴുതുക. 1 1 0 1 1 1 + 1 0 0 1 1 0. ഇനി ആഡ് ചെയ്യാം. 1ഉം 0ഉം 1, 1ഉം 1ഉം 10, അതിൻ്റെ 0 എഴുതി ബാക്കി 1 കൊടുത്തു. ഇവിടെ നമ്മൾ ബാക്കി 1 കൊടുത്തപ്പോൾ 3 1 വന്നല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ 2 1 കൂട്ടുക. അപ്പോൾ അതിൻ്റെ 10 0 ആയിട്ട് കിട്ടും. അതിൻ്റെ 1 ആണ് നമ്മൾ ഇപ്പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ 1ഉം 1 ആഡ് ചെയ്ത് 0 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ആ 0യും താഴത്തെ 1 എത്രയാണ്? 1. ബാക്കി ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഒക്കെ 1 1. പിന്നെ ലാസ്റ്റ് 1ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ 10. അപ്പോൾ ഇങ്ങനെ 1 0 1 1 1 0 1 എന്ന് പറയുന്ന ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബൈനറി നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി ഈ ബൈനറി സബ്ട്രാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എ ബി നമ്പേഴ്സായിട്ട് നമ്മൾ എടുക്കുക. അതിൻ്റെ ഡിഫറൻസും അതുപോലെ തന്നെ ബോറോ എത്രയാണെന്നും കൂടെ കണ്ടുപിടിക്കാം.
അതിന് വേണ്ടിയിട്ട് എയും ബിയും നമ്മൾ എഴുതി ബോക്സ് വരച്ചു. ഇനി ഓരോ നമ്പേഴ്സും നമ്മൾ എടുക്കുക. ആദ്യം എടുക്കുന്ന നമ്പർ 0 0 0 0 മൈനസ് ചെയ്താൽ ഡിഫറൻസ് എത്രയാണ്? 0 ആണ്. ബോറോ എത്രയാണ്? 0 ആണ്. പിന്നെന്താ 0ന്ന് 1 കുറച്ചാൽ നമുക്ക് ഡിഫറൻസ് എന്താ കിട്ടുക? 1 ആണ്. ബോറോയും 1 ആണ്. ഇതെന്താണെന്ന് പറഞ്ഞുതരാം. പിന്നെ 1ന്ന് 0 കുറച്ചാൽ ഡിഫറൻസ് 1, ബോറോ 0. പിന്നെ 1ന്ന് 1 കുറച്ചാൽ ഡിഫറൻസ് 0, ബോറോയും 0. ഇനി എങ്ങനെ വന്നു നോക്കാം. ഓരോന്ന് എടുത്തിട്ട് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുക്കുന്ന നമ്പേഴ്സ് 0 മൈനസ് 0 എഴുതുക. 0 മൈനസ് 0 എത്രയാണ്? 0 അല്ലേ? നമ്മുടെ ഡിഫറൻസ് 0. നമ്മളൊന്നും കടം മേടിക്കുന്നില്ല, അതുകൊണ്ട് ബോറോയും 0. പിന്നെ 0 മൈനസ് 1 0 മൈനസ് 1 എത്രയാണ് വരുന്നത്? 0ന്ന് നമുക്ക് 1 കുറയ്ക്കാൻ പറ്റില്ല അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യുക? 1 ബോറോ ചെയ്യും. എന്നിട്ട് എന്താ 10ന്ന് 1 കുറയ്ക്കും. അപ്പോൾ 1 + 1 10 നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ 10ന്ന് 1 കുറച്ച് എത്ര വരിക? 1. അപ്പോൾ നമ്മൾ അത് 10 എടുത്തു. അതുകൊണ്ടാണ് ഡിഫറൻസ് 1ഉം ബോറോ 1ഉം വന്നത്. ഇനി 1ന്ന് 0 കുറച്ചാൽ 1 തന്നെ ഡിഫറൻസ്, ബോറോ ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് 1 മൈനസ് 1 1ന്ന് 1 പോയാൽ എത്രയാ? 0 ആണ്. അപ്പോൾ നമ്മൾ ഡിഫറൻസ് 0. ഇനി നമുക്ക് നമ്പേഴ്സ് എങ്ങനെയാണ് ആഡ് ചെയ്തതുപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്തേ നോക്കാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ? 1 1 1 1 1 നമ്പറിൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കണം? 1 0 1 0 1 കുറയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടേ? ആദ്യം നമ്പർ എഴുതുക. 1 1 1 1 1 അല്ലേ? മൈനസ് 1 0 1 0 1. 1ന്ന് 1 പോയാൽ 0, 1ന്ന് 0 പോയാൽ 1, പിന്നെ 1ന്ന് 1 പോയാൽ 0, 1ന്ന് 0 പോയാൽ 1, 1ന്ന് 1 പോയാൽ 0. അപ്പോൾ എത്ര കിട്ടി? 0 1 0 1 0. ഇതാണ് ഈ നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. അടുത്ത നമ്പർ നോക്കുക. 1 0 1 0 0 0 മൈനസ് 1 0 1 1. ഈ നമ്പർ ആണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്പേഴ്സ് ചെയ്താൽ 1 0 1 0 0 0 മൈനസ് 1 0 1 1 1. ഇതെന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്താ ആദ്യം 0ന്ന് 1 കുറയ്ക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമുക്ക് കടം മേടിക്കണം, ബോറോ ചെയ്യണം. അപ്പോൾ ഇപ്പുറത്തെ 0ന്നും മേടിക്കാൻ പറ്റില്ല. അതിൻ്റെ തൊട്ട് തേർഡ് പൊസിഷനിൽ എടുക്കുന്ന 0നും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് മേടിക്കാൻ പറ്റുക? 100 അല്ലേ? 100 ആയിട്ടല്ലേ എടുക്കുന്നത്? ആ 100ൽ നിന്നാണ് നമുക്ക് 1 നമുക്ക് കടം മേടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് കടം മേടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 100ന്ന് നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ടേ? 100ന്ന് 1 പോയാൽ 100 എന്തായിട്ട് മാറുമെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ 100 എന്ന് പറയുന്ന ആ ഒരു നമ്പർ എന്ന് പറയുന്നത് കറക്റ്റ് ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 4ആണ്. ആ 4ൽ നിന്നാണ് നമ്മൾ 1നെ കടം മേടിക്കണത്. അപ്പോൾ ആ 4 എന്നുള്ളത് എന്തായിട്ട് മാറും? 100ൻ്റെ വാല്യൂ ആയിട്ടുള്ള 4 എന്നുള്ളത് എന്തായിട്ട് മാറും? 3 ആയിട്ട് മാറും അല്ലേ? അപ്പോൾ 3 കിട്ടും. അപ്പോൾ 3ൻ്റെ ബൈനറി എത്രയാണെന്ന് നോക്കിയാൽ മതി. 3ൻ്റെ ബൈനറി ഇതേ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. 3ൻ്റെ ബൈനറി ഇടണമെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 1 1. ഇതാണ് 3ൻ്റെ ബൈനറി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 100 എന്നുള്ള വാല്യൂ എന്തായിട്ട് മാറും? 1 നമ്മൾ ബോറോ ചെയ്ത് കഴിഞ്ഞാൽ 1 1 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ നമ്മൾ 100ന്ന് 1 കടം മേടിച്ചു. 100 എന്തായിട്ട് മാറി? 0 1 1 ആയിട്ട് മാറി. 0 1 1 ആയിട്ട് മാറി നമ്മൾ എന്താണ് കുറയ്ക്കുകയാണ്. അപ്പോൾ 10ന്ന് 1 പോയാൽ ഫസ്റ്റ് നോക്കുക, റൈറ്റ് സൈഡ് നോക്കുക. 10ന്ന് 1 പോയാൽ 1, പിന്നെ 1ന്ന് 1 പോയാൽ 0, 1ന്ന് 1 പോയാൽ 0, 0ന്ന് 0 പോയാൽ 0, 1ന്ന് 1 പോയാൽ 0, ബാക്കി 0 അവിടേക്ക് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എത്ര ആൻസർ ആയിട്ട് കിട്ടുക? കുറച്ച് കഴിഞ്ഞാൽ 1 0 0 1. ഇതാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഭാഗമാണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ. ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത് എന്താ? അതായത് കമ്പ്യൂട്ടറിലേക്ക് എന്താണോ ഇൻപുട്ടായിട്ട് കിട്ടുന്നത് അതൊക്കെ എന്താണ്? ഡാറ്റാസ് ആണ് അല്ലേ?
അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരിക്കും കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത്? കുറേ ലെറ്റേഴ്സുകളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലേ? പിന്നെന്താ, കുറേ ഫയൽ ഫോർമാറ്റുകൾ കൊടുക്കാറുണ്ട്, അതുപോലെ നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഡാറ്റകളാണ്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഡാറ്റാസും വ്യത്യസ്ത രീതിയിലാണ് കമ്പ്യൂട്ടർ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ നമ്പേഴ്സ് കൊടുക്കുന്നത് പോലെ ആയിരിക്കില്ല ലെറ്റേഴ്സിനെ കമ്പ്യൂട്ടേഴ്സ് ട്രീറ്റ് ചെയ്യുക, അതുപോലെ ആയിരിക്കില്ല ഓരോ ഫയലുകൾ കൊടുക്കുമ്പോൾ ട്രീറ്റ് ചെയ്യുക. പലതിനെയും പല ടൈപ്പിലാണ് കമ്പ്യൂട്ടർ റെക്കഗ്നൈസ് ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന്? ഡാറ്റ റെപ്രസെൻറ്റേഷൻ ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഇൻറ്റേർണലി ടു റെപ്രസെൻറ്റ് ഡാറ്റ ഇൻ എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഡാറ്റേനെ ഇൻറ്റേർണലി എങ്ങനെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താ റെപ്രസെൻറ്റേഷൻ മെത്തേഡുകൾ പഠിക്കാനുണ്ട്. നമുക്കിവിടെ പഠിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ് ഉണ്ട്, പിന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അതുപോലെ ക്യാരക്ടേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഈ A to Z വരെയുള്ള ലെറ്റേഴ്സും അതിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും അതുപോലെ തന്നെ ഓരോ കുത്ത്, കോമ, കോളൻ പോലെയുള്ള സിമ്പലുകളൊക്കെ ഇല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ രണ്ടും എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ആദ്യത്തെ നമുക്ക് നോക്കാം, റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ്. എന്താ ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്? നമുക്ക് നമ്പേഴ്സൊക്കെ അറിയാം അല്ലേ? ഈ നമ്പേഴ്സിനെ എങ്ങനെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡിനെയാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? രണ്ട് രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ മെത്തേഡുകൾ പഠിക്കാനുണ്ട്. ഏതൊക്കെ? റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സും പഠിക്കാനുണ്ട്, റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സും പഠിക്കാനുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അതായത് റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് മെത്തേഡുകൾ അതിൻ്റെ ഇടയിലുള്ളത്? അപ്പോൾ അത് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറയണം? എന്താണ് ഇൻറ്റീജേഴ്സെന്നും എന്താണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് എന്നും അറിയണം. അതായത് ഇപ്പോൾ നമ്മൾ നമ്പേഴ്സ് എന്താണെന്ന് പറയുമ്പോൾ നമ്പേഴ്സിൽ തന്നെ രണ്ട് ടൈപ്പ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഒന്ന് പോയിൻ്റ് ഇല്ലാത്ത നമ്പേഴ്സുണ്ട്, ഒന്ന് പോയിൻ്റ് ഉള്ള നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം പോയിൻ്റ് ഇല്ലാത്ത കുറേ നമ്പേഴ്സ് നമുക്കറിയാം. 1 2 3 4 25 30 45 50 100 അല്ലേ? ഇതൊക്കെ എന്താണ്? പോയിൻ്റ് ഇല്ലാത്ത നമ്പേഴ്സാണ്. ഇനി പോയിൻ്റ് ഉള്ള നമ്പേഴ്സ് എന്തൊക്കെയാണ്? 0.1 0.2 1.2 1.7 25.95 എന്നൊക്കെ നമ്മൾ പറയുന്ന പോയിൻ്റ് ഉള്ള നമ്പേഴ്സ് ഇല്ലേ? അതിനൊക്കെയാണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പോയിൻ്റ് ഉള്ള നമ്പേഴ്സും പോയിൻ്റ് ഇല്ലാത്ത നമ്പേഴ്സും രണ്ടും രണ്ട് രീതിയിലാണ് കമ്പ്യൂട്ടർ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് രണ്ട് മെത്തേഡുകളും പഠിക്കാനുള്ളത്. അതുകൊണ്ട് പോയിൻ്റ് ഇല്ലാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻറ്റീജേഴ്സ്. പോയിൻ്റ് ഇല്ലാത്ത നമ്മളുടെ 1 2 3 പോലുള്ള നമ്പേഴ്സുകളെയാണ് നമ്മൾ ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. ഇനി പോയിൻ്റ് ഉള്ള നമ്പേഴ്സ്, ഈ 0 പോയിൻ്റ് എന്നൊക്കെ അല്ലെങ്കിൽ 1 പോയിൻ്റ് 25 പോയിൻ്റ് 30 പോയിൻ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോയിൻ്റ് ഉള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇൻറ്റീജേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷനും പഠിക്കാനുള്ളത്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സിൻ്റെയും റെപ്രസെൻറ്റേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ് ആണ് അടുത്ത ടോപ്പിക്ക് അല്ലേ? അപ്പോൾ എന്താണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ്? ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പ്രോബ്ലംസ് ആയിട്ടൊക്കെ കുറേ ചോദിക്കുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗം. അപ്പോൾ നോക്കുക, റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സിൽ നമുക്ക് 3 മെത്തേഡുകൾ പഠിക്കാനുണ്ട്. ഇൻറ്റീജേഴ്സിനെ 3 രീതിയിൽ കമ്പ്യൂട്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ 3 രീതികളാണ് ഇതൊക്കെ: സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ, രണ്ടാമത്തെ വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ, മൂന്നാമത്തെ ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. ഇങ്ങനെ 3 മെത്തേഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ നമ്പർ വന്നിട്ടുള്ളത് +23 ആണ്. അപ്പോൾ +23യുടെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ നമ്പറിൻ്റെ ബൈനറി നമുക്ക് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്പർ എത്രയെന്ന് എഴുതാം, +23. ആ നമ്പറിൻ്റെ ബൈനറി നമ്പറാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബൈനറി കണ്ടുപിടിക്കുക. 23 / 2 11 പ്രാവശ്യം റിമൈൻഡർ 1. 11ൽ 2 5 പ്രാവശ്യം റിമൈൻഡർ 1. 5ൽ 2 പ്രാവശ്യം റിമൈൻഡർ 1. 2ൽ 2 1 പ്രാവശ്യം റിമൈൻഡർ 0. 1ൽ 2 0 പ്രാവശ്യം റിമൈൻഡർ 1. എന്നിട്ടത് താഴ്ന്ന് മുകളിലേക്ക് എടുത്ത് എഴുതാം. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ബൈനറി നമ്പർ കിട്ടിയില്ലേ? ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ത് നമ്പർ തന്നാലും അതിൻ്റെ ബൈനറി ആദ്യം കണ്ടുപിടിച്ച് വയ്ക്കാം.
ബൈനറി നമ്പർ എഴുതുക 10111. ഇതാണ് ബൈനറി. എന്നിട്ട് ഇതിനെ 8 ബിറ്റ് കോഡാക്കുക. എങ്ങനെയാണ് 8 ബിറ്റ് കോഡാക്കുന്നത്? ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 8 തയ്ക്കാനായിട്ട് സീറോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എത്ര സീറോ ആഡ് ചെയ്ത് കൊടുക്കണം? 3 സീറോ ആഡ് ചെയ്താൽ അത് 8 ബിറ്റ് കോഡായി. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും അറ്റത്ത് എടുക്കുന്ന നമ്പറാണ് സൈൻ വാല്യൂ. എന്നിട്ട് നമ്മുടെ നമ്പർ നോക്കുക 23. നമ്പറിൻ്റെ സൈൻ പ്ലസ് സൈൻ ആണെന്നുണ്ടെങ്കിൽ സൈൻ ബിറ്റ് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ സൈൻ ബിറ്റ് 0 ആയിട്ട് എഴുതി, ബാക്കിയെല്ലാ നമ്പേഴ്സും അതുപോലെ തന്നെ എഴുതി. എന്നിട്ട് അത് എടുത്തെഴുതുക. അതായത് സൈൻ ബിറ്റ് ഈ ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും അറ്റത്ത് എടുക്കുന്നത് സൈൻ ബിറ്റായിട്ടും ബാക്കിയുള്ളത് മാഗ്നിറ്റ്യൂഡായിട്ടും തിരിച്ചെഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ് എന്താ? -23യുടെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ -23യുടെ കാണാൻ പോവാണ്. ആദ്യം എന്താ ചെയ്യേണ്ടത്? ബൈനറി കാണണമല്ലേ? നമ്മൾ നേരത്തെ ബൈനറി കണ്ടുപിടിച്ചാണ്. അപ്പോൾ അതെടുത്ത് എഴുതിയാൽ മതി 10111. ഇനി എന്ത് ചെയ്യണം? 8 ബിറ്റ് ആക്കണം. 8 ബിറ്റ് ആക്കുക. ലെഫ്റ്റ് സൈഡിൽ എത്ര സീറോ വേണം അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി 8 ബിറ്റ് ആവാൻ. അപ്പോൾ പെട്ടെന്നായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സൈൻ നോക്കുക അല്ലേ? നമ്മൾ സൈൻ ബിറ്റ് ഏതാ? ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും അറ്റത്ത് എടുക്കുന്ന 0. ഇനി 23യുടെ സൈൻ എത്രയാണ് നോക്കുക. എത്രയാണ്? മൈനസ് ആണ് അല്ലേ? അപ്പോൾ സൈൻ ബിറ്റ് എന്താവും? 1 ആവും. ബാക്കി എല്ലാതും അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ നമ്മൾ -23യുടെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് വാല്യൂ കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിൽ ഒരു നമ്പർ നമുക്ക് തരികയാണ്, അത് പോസിറ്റീവ് നമ്പറാണ് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്പറിൻ്റെ ബൈനറി നമ്പർ കണ്ടുപിടിക്കുക. ആ ബൈനറി നമ്പർ എത്ര ബിറ്റാണോ, ഇപ്പം 5 എണ്ണോ 4 എണ്ണോ 3 എണ്ണോ എത്ര ബിറ്റാണോ ഉള്ളത് അത് എടുത്തെഴുതുക. എന്നിട്ട് അതിനെന്താക്കുക? 8 ബിറ്റ് കോഡാക്കുക. 8 ബിറ്റ് കോഡാക്കുമ്പോൾ അതിൽ 8 എണ്ണം ഇല്ലയെന്നുണ്ടെങ്കിൽ 8 എണ്ണം തികയ്ക്കണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എത്ര ആണോ ആഡ് ചെയ്താൽ 8 എണ്ണം ആവുക. അപ്പോൾ നമ്മൾ 8 ബിറ്റാക്കി തന്നെ മാറ്റാം. അങ്ങനെ 8 ബിറ്റ് കോഡ് നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കാം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ആ ഒരു നമ്പറായിരിക്കും സൈൻ എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ സൈൻ എന്ന് പറയുന്നത് നമ്മളുടെ കണ്ടുപിടിക്കുന്ന നമ്പർ ഏതാണോ, ഇപ്പോൾ 23 അല്ലേ, 23യുടെ സൈൻ വാല്യൂ എത്രയാണെന്ന് നോക്കുക. അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ സൈൻ ബിറ്റ് 0യും നെഗറ്റീവ് ആണെങ്കിൽ സൈൻ ബിറ്റ് 1ഉം ആയിരിക്കും. അത് മാത്രം നോക്കി മാറ്റി എഴുതിയാൽ മതി. ബാക്കി എല്ലാതും മാഗ്നിറ്റ്യൂഡായിട്ട് എടുത്തെഴുതാം. ഇങ്ങനെയാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ നമ്മൾ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺസ് കോംപ്ലിമെൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ വൺസ് കോംപ്ലിമെൻറ്റ്, അപ്പോൾ ആദ്യം തന്നെ വൺസ് കോംപ്ലിമെൻറ്റ് എന്താണെന്ന് പറയാം. വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് ഇല്ലേ, 10111 എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന നമ്പേഴ്സ് ഇല്ലേ, ഇതിലുള്ള സീറോകളൊക്കെ 1 ആക്കി എഴുതുക, 1കളൊക്കെ 0 ആക്കി എഴുതുക. ഈ ഒരു മെത്തേഡാണ് വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട് -119 -119. ഈ ഒരു നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നമ്പർ എഴുതി -119. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ബൈനറി നമ്പർ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ബൈനറി കണ്ടുപിടിക്കാം. ബൈനറി കണ്ടുപിടിക്കാനായിട്ട് 119 ഡിവൈഡഡ് ബൈ 2 എത്ര വട്ടം പോവും? 59 പ്രാവശ്യം. റിമൈൻഡർ 1. 59 2 29 പ്രാവശ്യം. റിമൈൻഡർ 1. 29 2 14 വട്ടം. റിമൈൻഡർ 1. 14 2 7 വട്ടം. റിമൈൻഡർ 0. 7 2 3 വട്ടം. റിമൈൻഡർ 1. 3 2 1 വട്ടം. റിമൈൻഡർ 1. 1 2 0 പ്രാവശ്യം. റിമൈൻഡർ 1. ഇനി അത് താഴ്ന്ന് മുകളിലേക്ക് എടുത്തെഴുതുക. അപ്പോൾ എത്ര ബിറ്റ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ബൈനറി നമ്പർ കിട്ടും. ബൈനറി നമ്പർ എടുത്തെഴുതാം. 111011. ഇനി എന്താ ചെയ്യേണ്ടത്? 8 ബിറ്റ് ആക്കണം അല്ലേ? അപ്പോൾ 8 ബിറ്റ് ആവാൻ എത്ര വേണം? ഇതിൽ 1 ബിറ്റും കൂടെ വേണം അല്ലേ? അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ 0 ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 111011. 8 എണ്ണം തയ്ക്കാൻ ലെഫ്റ്റ് സൈഡിൽ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മളുടെ നമ്പർ നോക്കുക അല്ലേ? നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ, നമ്മൾ കണ്ടുപിടിക്കുന്ന നമ്പർ നെഗറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ, മൈനസ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഈ 0 എല്ലാം 1 ആക്കി എഴുതുക, 1 എല്ലാം 0 ആക്കി എഴുതുക. അപ്പോൾ എത്ര വരും? 10010000. ഇതാണ് -119 എന്ന് പറയുന്ന നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് നമ്പർ. ഇനി -119 എന്നുള്ളത് നമ്മൾ +119 എത്രയാണെന്ന് നോക്കാം. +119
അപ്പോൾ അതിൻ്റെ ബൈനറി ആദ്യം നമ്മൾ എഴുതുക, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1110 111. അതിൻ്റെ 8 ബിറ്റ് കോഡ് എഴുതുക. നമ്മൾ നേരത്തെ എഴുതിയതാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ നമ്പറിൻ്റെ സൈൻ നോക്കുക. പ്ലസ് സൈൻ ആണല്ലേ. പ്ലസ് സൈൻ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ 8 ബിറ്റ് കോഡായിരിക്കും നമ്മുടെ വൺസ് കോംപ്ലിമെൻ്റ് ആയിട്ട് വരും. ഒന്നുകൂടെ പറയാം. വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു നമ്പർ തന്നാൽ ആ നമ്പർ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ എന്തായാലും ബൈനറി കണ്ടുപിടിക്കണം. ബൈനറി നമ്മൾ കണ്ടുപിടിച്ചു. അതിനെന്താക്കണം? 8 ബിറ്റ് ആക്കണം. 8 ബിറ്റും കണ്ടുപിടിച്ചു. ഇനി നമ്മളുടെ നമ്പർ കണ്ടുപിടിക്കേണ്ട നമ്പറിൻ്റെ സൈൻ എത്രയാണെന്ന് നോക്കുക. പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുക. മൈനസ് ആണെങ്കിൽ മാത്രം 8 ബിറ്റിനെ നമ്മൾ മാറ്റി എഴുതണം. 0 1 ആക്കുക, 1 0 ഇനി നമ്മളുടെ കണ്ടുപിടിക്കേണ്ട നമ്പറിൻ്റെ സൈൻ എന്ന് പറയുന്നത് പ്ലസ് സൈൻ ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, 8 ബിറ്റ് തന്നെ വൺസ് കോംപ്ലിമെൻ്റ് ആണെന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. അവിടെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റേണ്ട കാര്യമുള്ളൂ. പോസിറ്റീവ് ആണെങ്കിൽ ആ 8 ബിറ്റ് കോഡ് തന്നെയായിരിക്കും അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ്. ഇനി നമുക്ക് 2's കോംപ്ലിമെൻറ്റ് നോക്കാം. 2's കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്താന്ന് പറയാം. വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്താലാണ് നമുക്ക് 2's കോംപ്ലിമെൻറ്റ് കിട്ടുന്നത്. ആ ഒരു കോൺസെപ്റ്റ് ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്കിവിടെ പ്രോബ്ലം തന്നിട്ടുണ്ട് -38 -38ൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്പർ എഴുതി ആദ്യം തന്നെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന പോലെ തന്നെ ബൈനറി കണ്ടുപിടിക്കണം. ബൈനറി കണ്ടുപിടിക്കാൻ എഴുതുക 38 / 2. 38 2 പ്രാവശ്യം 19 പ്രാവശ്യം, റിമൈൻഡർ 0. 19 2 8 പ്രാവശ്യം 9 പ്രാവശ്യം, റിമൈൻഡർ 1. 9 2 4 വട്ടം, റിമൈൻഡർ 1. 4 2 2 വട്ടം, റിമൈൻഡർ 0. 2 2 1 വട്ടം, റിമൈൻഡർ 0. 1 2 0 പ്രാവശ്യം, റിമൈൻഡർ 1. ഇത് താഴെ നിന്ന് മുകളിലേക്കായിട്ട് എടുത്തെഴുതാം. അപ്പോൾ നമ്മുടെ ബൈനറി നമ്പർ നമുക്ക് കിട്ടി. ബൈനറി എഴുതി. എത്രയാ? 1 0 0 1 1 0. ഇതാണ് ബൈനറി. ഇനി എന്താക്കണം? 8 ബിറ്റ് കോഡാക്കണം. അപ്പോൾ എഴുതുക 8 ബിറ്റ് കോഡ്. 8 ബിറ്റ് കോഡാകുമ്പോൾ നമ്മൾ എത്ര എഴുതണം? നമ്മുടെ ഇപ്പോൾ 6 ബിറ്റ്സേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിൽ കൂടെ എത്ര കൂട്ടണം? 2 0യും കൂടെ കൂട്ടിയാൽ 8 ബിറ്റ് ആവും. അപ്പോൾ 8 ബിറ്റ് കിട്ടി. ഇനി എന്താ നോക്കേണ്ടത്? നമ്മുടെ നമ്പറിൻ്റെ സൈൻ എത്രയാണെന്ന് നോക്കാം. നെഗറ്റീവ് നമ്പർ അല്ലേ. അപ്പോൾ നമുക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാം. എത്രയാണ് വൺസ് കോംപ്ലിമെൻറ്റ് കിട്ടുക? 8 ബിറ്റിനെ 0 1 ആക്കുക, 1 0 ആക്കുക. അപ്പോൾ നമുക്ക് വൺസ് കോംപ്ലിമെൻറ്റ് കിട്ടി. 1 1 0 1 1 0 0 1. ഇനി എങ്ങനെയാണ് 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക? വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ +1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 2's കോംപ്ലിമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാം +1 അല്ലേ. 1 1 എത്രയാ? 10. അതിൻ്റെ 0 എഴുതി, ബാക്കി 1 കൊടുത്തു. അതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. 1 1 0 1 1 0 1 0. ഇതാണ് 2's കോംപ്ലിമെൻറ്റ്. ഇനി നമുക്ക് +38ൻ്റെ എത്രയാണെന്ന് നോക്കാം. +38 എഴുതുക. അതിൻ്റെ ബൈനറി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചതാണ് അല്ലേ. അപ്പോൾ അത് ബൈനറി ആയിട്ട് എടുത്തെഴുതുക. 1 0 0 1 1 0. ഇനി അതിൻ്റെ 8 ബിറ്റ് കോഡ് എഴുതുക. 8 ബിറ്റ് എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ കണ്ടുപിടിച്ചതാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്ര 0? 2 0 ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സൈൻ നോക്കുക. 38ൻ്റെ സൈൻ നോക്കുക. പ്ലസ് അല്ലേ. പ്ലസ് ആയതുകൊണ്ട് 8 ബിറ്റ് തന്നെ 2's കോംപ്ലിമെൻ്റ് ആണെന്ന് പറഞ്ഞ് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ 2's കോംപ്ലിമെൻറ്റ് ഒന്നുകൂടെ പറയാം. ഒരു നമ്പർ നമുക്ക് 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൻ്റെ ബൈനറി ആദ്യം കണ്ടുപിടിക്കുക, 8 ബിറ്റ് കോഡ് കണ്ടുപിടിക്കുക, നമ്മളുടെ നമ്പറിൻ്റെ സൈൻ നോക്കുക. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. നെഗറ്റീവ് ആണെങ്കിൽ മാത്രം വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, എന്നിട്ട് 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. ഇനി നമ്മളുടെ നമ്പർ പോസിറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിലോ പ്ലസ് ആണെന്നുണ്ടെങ്കിലോ നമ്മളുടെ 8 ബിറ്റ് കോഡ് തന്നെ 2's കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഇങ്ങനെയാണ് നമ്മളുടെ ഇൻറ്റീജർ റെപ്രസെൻറ്റേഷൻ നമ്മൾ ചെയ്യുന്നത്. എക്സാമിനൊക്കെ ഒരു നമ്പർ തന്നിട്ട് ചിലപ്പോൾ കൂടുതലും നെഗറ്റീവ് നമ്പറാണ് തരിക. നെഗറ്റീവ് നമ്പർ തന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് പറയും? ഒന്നല്ലെങ്കിൽ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡോ വൺസ് കോംപ്ലിമെൻറ്റോ 2's കോംപ്ലിമെൻറ്റോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്.